എമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നോ? കണ്ടു. കാണേണ്ടവർ ഇപ്പോൾ കണ്ടോളൂ, ഇനി സിനിമ കാണാൻ കഴിയത്തില്ല. അതിനകത്ത് ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, സിനിമയിലെ 17 ഭാഗങ്ങൾ അത് കട്ട് ചെയ്യാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വലിയ രീതിയിലുള്ള വർഗീയത ആളുകളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ ആരേക്കോ കുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേരുകൾ, അത് സിനിമയിലെ വില്ലന്റെ പേരാണ് ബജ്റംഗി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പേര് ആ ആളുകളിലേക്ക് അത് വലിയ രീതിയിൽ കുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഗുജറാത്ത് കലാപം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. അതൊക്കെ ഒരു വിഭാഗത്തെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള വർഗീയ ബഹളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP അതിനെ ഏറ്റെടുക്കുന്നു. യുവമോർച്ച പറയുന്നത് പൃഥ്വിരാജിന്റെ ISS ബന്ധങ്ങൾ കണ്ടെത്തണം, വിദേശ യാത്രകൾ പോകുന്നത് എന്തിനെന്ന് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തണം എന്ന് വലിയ രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ക്യാമ്പയിൻ. ഉടനെ തന്നെ പൃഥ്വിരാജിനെ ISSുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും. ഇനി ISS സ്റ്റാറിനാണോ ഡബിൾ ഏജന്റ് ആണോ പൃഥ്വിരാജ് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അതിലവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആടുജീവിതത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ കുടുങ്ങിപ്പോയ സമയത്ത് ഇദ്ദേഹം ആരെയൊക്കെ കണ്ടു, ISUമായി ബന്ധപ്പെട്ടോ എന്നൊക്കെയാണ് ഈ പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ അതിനെയൊന്നും വലിയ വില കൊടുക്കുന്നില്ല. കാരണം ISISന്റെയോ അത്ര പോയിച്ചാളാണെന്നും വിവരമില്ലാത്ത ആളല്ല പൃഥ്വിരാജ്. 17 ക്ലിപ്പുകൾ കട്ട് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തുന്നു? അതാണ് ഞാൻ പറയാൻ വരുന്നത്. അങ്ങനത്തെ ഒരു വിവരമില്ലാത്ത ആളല്ല പൃഥ്വിരാജ് എന്ന് നമുക്ക് എന്തായാലും അറിയാം. പക്ഷേ ഇവിടെ വന്ന സംഭവം എന്ന് പറയുന്നത്, പൃഥ്വിരാജ് പോലും വിചാരിക്കാത്ത രീതിയിലേക്ക് ഈ സിനിമ കൈവിട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സിനിമയിൽ കാണിച്ച കാര്യം, അതായത് ഇതിന് യഥാർത്ഥം നമ്മൾ പിന്നെ ഒന്നിൻ്റെയും ചായ്വില്ലാതെ പറയാം. അതായത് ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് എന്താണ്? സത്യമായൊരു കാര്യമാണ് ഗുജറാത്ത് കലാപം. അതുപോലെ തന്നെ സത്യമാണ് ഗോദ്രയിലെ തീവപ്പും ഗോദ്രയിൽ ആളുകൾ ബോഗിക്കുള്ളിൽ വെന്ത് മരിച്ചതും. ഇവിടെ ഈ ഗുജറാത്ത് കലാപത്തെ മാത്രം എടുത്തുകൊണ്ട് ഒരു എന്താണ് വളരെ സെൻസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്നു. ഈ ഉണങ്ങാത്ത മുറിവുകളിൽ വീണ്ടും ഈ പറയുന്ന മുളക് പൊടി വാരി ഇടുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ചരിത്രത്തെ നമുക്ക് ഒരിക്കലും മറച്ചു കളയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആ ഉണങ്ങിയ വികാരങ്ങളുണ്ട്. ആ വികാരത്തെ വീണ്ടും അടിച്ചു ഉയർത്തുന്ന രീതിയിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോയി. ഈ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ബജ്റംഗി എന്നുള്ള പേര് അവിടെ ഉപയോഗിക്കുന്നു. ക്രൂരമായിട്ടുള്ള ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. ഇതെന്തോ ഒരു തരത്തിൽ ഒരു പ്രത്യേകമായിട്ട് ഞങ്ങൾക്കിട്ടാണോ ഇത് എന്നുള്ളൊരു ചിന്ത വന്നതിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് ഗോദ്ര കലാപത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരങ്ങൾ നടക്കുന്നു. ഗോദ്ര പിന്നെ ട്രെയിൻ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട് സന്യാസിമാരെ കൂട്ടത്തോടെ അതിലിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ പ്രതികളായി നിൽക്കുന്നത് അവിടെയുള്ള കുറേ പിന്നെ ഇസ്ലാമിസ്റ്റ് ആളുകളാണ്. അവരിപ്പോഴും ജയിലിലാണ്. ആ ഭാഗം പറയാതിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വന്ന സമയത്ത് RSS വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടു. രാഹുൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. BJPയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികളൊന്നും വന്നിട്ടില്ല. BJP മൗനത്തിലാണ്. പക്ഷേ RSS മൗനത്തിലായിരുന്നില്ല. നന്ദകുമാർ എന്ന് പറയുന്ന RSSന്റെ പ്രജ്ഞാപ്രവാഹ് വളരെ കൃത്യമായി പറഞ്ഞു, ഈ സിനിമ ഹിന്ദു വിരുദ്ധമാണ്, മോഹൻലാലിന് ചതി പറ്റിയിട്ടുണ്ട്, മോഹൻലാൽ ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല, പൃഥ്വിരാജിനും മുരളി ഗോപിക്കും കൃത്യമായ അജണ്ടയുണ്ട്. ഇതായിരുന്നു RSSന്റെ പ്രതികരണം. RSSന്റെ പ്രതികരണം വന്നതോടുകൂടി കളികളെല്ലാം മാറിപ്പോയി. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഗോകുലൻ ഗോപാലനാണ് ഈ സിനിമയുടെ എല്ലാവിധ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധം പറയുന്നത് RSS നേതാക്കന്മാരുമായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് RSS നേതാക്കന്മാരുമായിട്ടും അദ്ദേഹത്തിന് ട്രസ്റ്റ്, അമ്മയുടെ പേരിലോ അച്ഛൻ്റെ പേരിലുമുള്ള ട്രസ്റ്റ് വരെ RSS ബേസ്ഡ് ആണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇത് പ്രശ്നമായിട്ടുണ്ട്. അപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ EDയെയും ഒക്കെ ഒരു വല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അതും ഇവർക്ക് പ്രശ്നമാകും. അറിയാലോ, ഒരു ബിസിനസ്സുകാരൻ, ഇപ്പോൾ സിനിമാ താരം ഒക്കെ അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സുകാരനാണല്ലോ മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ കഴിയണ്ടേ? ഗോകുലം ഗോപാലിനോട് പിടിച്ചു നിൽക്കാൻ കഴിയണ്ടേ? ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ എന്ത് തന്നെ ഒരു ബിസിനസ് നടത്തുമ്പോഴും ഈ പറയുന്ന സർക്കാരുകളെല്ലാം കണ്ണടച്ചുകൊണ്ടേ ഒരു ബിസിനസ് നടത്താൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധമായിരുന്നു. ഇനി അതിലേക്കൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖപത്രം ദേശീയ പത്രമാണ്. കേരളത്തിലെ കാര്യങ്ങളൊന്നും അതിൽ എഴുതാൻ നിൽക്കാറില്ല. അവരങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. അതിൽ ഈ എമ്പുരാനെതിരെ ലേഖനം വന്നിരിക്കുന്നു. അതായത് RSSന്റെ സർസംഘചാല ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്ന പത്രമാണിത്. ആ പത്രത്തിൽ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ആദ്യം എത്തുന്ന പത്രത്തിൽ ഒന്നാണ് ഈ പറയുന്ന ഓർഗനൈസർ. ആ ഓർഗനൈസറിൽ എമ്പുരാനെതിരെ തീവ്ര ഹിന്ദു വിരുദ്ധനാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം വന്നിരിക്കുന്നത്. അതോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയും ഈ പറയുന്ന പിന്നെ എന്താണ് സെൻസർ ബോർഡിലുള്ള RSSന്റെ ആളുകളെ, RSS നോമിനികളെ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി പിന്നെ മൊത്തത്തിലേക്ക് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങളിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ 17 ഭാഗങ്ങളാണ് ഈ ഇതിൽ വെട്ടിക്കളയാൻ വേണ്ടിയിട്ട്. 17 ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറോളം പോവുകയാണ്.
അരമണിക്കൂറോളാണ് പോകുന്നത്. കാരണം ഞാനും രാഹുലും ഒക്കെ എന്തായാലും കാണേണ്ടവർ 2 ദിവസത്തിനുള്ളിൽ കണ്ടോളുക. ഇനി കാണാൻ കഴിയില്ല. ഞാനും രാഹുലും ഒക്കെ ആ സിനിമ കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. പക്ഷേ അതിന് ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. അത് വെട്ടിമാറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കറിയാം ഏതൊക്കെ ഭാഗമായിരിക്കും വെട്ടിമാറ്റാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ഏകദേശം രൂപമുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ട് ആ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ആഭ്യന്തരമന്ത്രിക്കെതിരെ പറയുന്ന കാര്യങ്ങളുണ്ടാവും, മറ്റു പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ വെട്ടിമാറ്റി ചില ശബ്ദങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇനി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അത് ഈ പറയുന്ന പേര് അത് സിനിമയുടെ ആ സത്യനെ തന്നെ ബാധിക്കുന്നത് തന്നെ അതൊരു യാഥാർത്ഥ്യമാണ്. ആ സിനിമ എന്ന് പറയുന്ന ആ രീതിയിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സിനിമ അത്രത്തോളം വൈകാരികമായിട്ട് കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ അതിനകത്ത് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ആ രീതിയിൽ എടുക്കണമെങ്കിൽ അതൊരു സിനിമയായിട്ടാണ് നമ്മൾ കാണുന്നത് എങ്കിലും ഓരോ സിനിമയും ഓരോ കലകളാണ്. ആ കലയിലൂടെ ആ കഥാകൃത്ത് പറയാൻ വെക്കുന്ന കാര്യങ്ങളുണ്ട്, അതിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ ഓരോ തലങ്ങളുണ്ട്. ആ തലങ്ങളെല്ലാം ഈ സിനിമയിൽ നിന്ന് നഷ്ടപ്പെടും. ആദ്യത്തെ ഒരു പകുതി വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിഗ് ബഡ്ജറ്റ്, അതായത് വലിയ രീതിയിൽ നമ്മൾ ഇന്റർനാഷണൽ ഫിലിമൊക്കെ കാണുന്ന ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന ഒരു ടച്ചാണ് ഒരു ഹാഫ് വരെ. പലർക്കും അത് ലാഗായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷേ സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അങ്ങനത്തെ പല സാധനങ്ങൾ കട്ട് ചെയ്ത് മാറ്റപ്പെടുക, ക്വാളിറ്റി ഭയങ്കരമാണ്. അതിലെ പല സാധനങ്ങളും മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സിനിമയെ തന്നെ ബാധിക്കും. അല്ലെങ്കിൽ ആ സിനിമയെ നമ്മൾ കാണുന്ന ആ ഒരു ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആ സിനിമ കണ്ടതുകൊണ്ടായിരിക്കാം ഇനി ആ ഭാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടത്തില്ല, ചിലപ്പോൾ തോന്നില്ലായിരിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രാഹുൽ പറഞ്ഞൊരു കാര്യം ശരിയുണ്ട്. കാരണം മുരളി ഗോപിയെ പോലുള്ള എഴുത്തുകാരൻ, പൃഥ്വിരാജിനെ പോലുള്ള സംവിധായകൻ, അവരുടെ ആത്മാവിൽ നിന്ന് എടുത്തുണ്ടാക്കുന്നതാണ് ആ സിനിമ. അത് ചെയ്തത് ശരിയോ തെറ്റോ എന്നത് രണ്ടാമത്തെ ഭാഗം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അവരുണ്ടാക്കുന്ന ആ സിനിമ അതേപടി പ്രേക്ഷകരിലേക്ക് എത്തണമെങ്കിൽ അതിൽ വെട്ടും തിരുത്തും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ വെട്ടും തിരുത്തും ഉണ്ടാവാതെ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമാണ് ആ ഇമ്പാക്ട് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. പക്ഷെ കഥയ്ക്ക് ഒരു ബേസ് ഉണ്ടാവണ്ടേ. അതായത് ഇപ്പോൾ ഒരു വില്ലനുണ്ട്, ഒരു നായകനുണ്ട്. ആ നായകനെ നമുക്കൊരു നരേഷൻ കൊടുക്കണമെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബേസ് വേണ്ടേ. ആ ബേസാണ് ആ കലാപവും ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പൊ ആ കലാപവും സൃഷ്ടിച്ച് അങ്ങനെയുള്ളൊരു ബേസ് ഇല്ലെങ്കിൽ ആ നായകൻ എന്തിനാണ് ഒരു പ്രതികാരം തോന്നേണ്ടത്? അതാണ് അപ്പോൾ അതെങ്ങനെ അവർ മെയ്ക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഏതൊക്കെ ഭാഗം വെട്ടി എങ്ങനെയൊക്കെ അത് കൂട്ടിച്ചേർക്കും, ഇനി ഏതെങ്കിലും എക്സ്ട്രാ സീൻ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പല സീനുകളും വെട്ടി മാറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഈ പറയുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പാകിസ്ഥാൻ ജയ് വിളിക്കുന്ന അത്തരം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഏകദേശം സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങൾ മാത്രം, അത് സെൻസറിങ് ചെയ്ത് അതിൻ്റെ എഡിറ്റിംഗ് പൂർത്തീകരിച്ച് കൊടുക്കേണ്ട ഒരു സ്ഥിതി മാത്രമേ ഉള്ളൂ. ഈ 2 ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ച് തിങ്കളാഴ്ച മുതൽ കേരളത്തിലെയും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലും അങ്ങനെയാണ് കൂടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇത് നോർത്ത് ഇന്ത്യയിൽ എടുത്തിട്ടുള്ള വലിയ ഭീമൻ കമ്പനികളുണ്ട് വിതരണത്തിന് വേണ്ടിയിട്ട്. അവർ വലിയ രീതിയിൽ പെട്ടു. കാര്യം നോർത്ത് ഇന്ത്യയിലെ തിയേറ്ററുകളിൽ ഇത് ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. അവിടെ തടയും, തിയേറ്റർ കത്തിക്കും എന്നാണ് അവിടെ ഭീഷണി വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുജറാത്ത്, UP, രാജസ്ഥാൻ, ആ പറയുന്ന ഹരിയാന മുതൽ അങ്ങോട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ഇത് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഡൽഹിയിൽ മാത്രമാണ് ഇത് ഇറക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഇവരെ വല്ലാതെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടിലാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഞാനിപ്പോഴും പറയുന്നത് ഇത് മുമ്പൊരു പ്രിവ്യൂ വെച്ച് കൃത്യമായ ആളുകളൊക്കെ കണ്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അത് വെട്ടിമാറ്റി നമുക്കൊക്കെ തരികയാണെങ്കിൽ നമ്മൾ പോലും ഇത് അറിയുമായിരുന്നില്ല, അല്ലെ? ഒരു നല്ല സിനിമ, മികച്ച സിനിമ, നമ്മക്കാർക്കും ഇതിന്റെ പുറത്ത് ഈ എമ്പുരാൻ സിനിമ കണ്ടിട്ട് വേണ്ടല്ലോ ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ. ഗുജറാത്തിൽ കലാപം നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം, രാഹുലിനും അറിയാം. അതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് എനിക്കും എല്ലാവർക്കും അറിയാം. അതാണ്. എന്നാലും ഈ സിനിമയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് ഒരു ഇൻഡസ്ട്രി ഹിറ്റാണ്ട് ഒരു സിനിമയെ ഇത്തരത്തിലേക്ക് കൊണ്ടുപോവുകയും വീണ്ടും ഒരു സ്പ്ലിറ്റേഷൻ രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയായിരുന്നു നല്ലത്. എന്ത് തന്നെയാണെങ്കിലും പൃഥ്വിരാജിനെയും മുരളി ഗോപിയെയും പാകിസ്ഥാൻ ചാരന്മാരാക്കുന്നതിന് മുമ്പിട്ട് നിങ്ങളെല്ലാം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ആ നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതെ.